ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ടെസ്റ്റ് നെറ്റ് പ്രോജക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ പേര് IP അല്ലെങ്കിൽ സ്റ്റോറി പ്രോട്ടോക്കോൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഓവർവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസിനെ എല്ലാത്തിനും ഒന്ന് ടോക്കണൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. വളരെ നല്ല പ്രൊജക്റ്റാണ്. ഞാൻ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതലൊന്നും പറയാറില്ല, കാരണം നമുക്കത് ചെയ്താൽ മാത്രം മതി. കാരണം നമ്മൾ മറ്റുള്ള പ്രൊജക്റ്റുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വാച്ചിങ് ടൈം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് ആ ഭാഗം ഒട്ടും വാച്ചിങ് ഉണ്ടാവാറില്ല. സോ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ കിടക്കുന്നതിന് മുന്നായിട്ട് ഇതുവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലൊക്കെ കയറാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൽ കയറി ഇടുക. അതിലായിരിക്കും നമ്മൾ എല്ലാ ഇൻഫർമേഷനൊക്കെ നമ്മൾ കൊണ്ടിടുക. അപ്പോൾ നമുക്ക് നേരെ പ്രൊജക്റ്റിൻ്റെ ഇൻഫർമേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത് മറ്റുള്ള പോലെ റെഫറൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നതല്ല. കുറച്ച് ചെറിയ പാർട്ട്നേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാർട്ട്നേഴ്സിൽ പോയിട്ട് കുറച്ച് വർക്കൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എയർ ഡ്രോപ്പ്, നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കിത് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റാമാസ്ക് ആണ്. മെറ്റാമാസ്ക് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രോം വെബ് സ്റ്റോറിൽ പോയിട്ട് മെറ്റാമാസ്ക് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവരുടെ മെയിൻ സൈറ്റിലേക്ക് വരുന്നതിന് മുന്നായിട്ട് നമുക്ക് ആദ്യം മെറ്റാമാസ്കിൽ ഈ സ്റ്റോറി പ്രോട്ടോക്കോളിൻ്റെ ടെസ്റ്റ് നെറ്റ്വർക്ക് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇതൊരു സൈറ്റ് ഉണ്ട്. നമുക്ക് സാധാരണ ടെസ്റ്റ് നെറ്റ്വർക്ക് മെറ്റാമാസ്കിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ID-യും ചെയിൻ ID സാധനങ്ങളൊക്കെ അടിച്ചു കൊടുക്കണം. ഇവിടെ നമുക്ക് അതൊന്നും അടിച്ചു കൊടുക്കണ്ട. ഈ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻക്ലൂഡ് ടെസ്റ്റ് നെറ്റ് എന്നൊരു ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് വേണ്ടത് സ്റ്റോറി എന്നായതുകൊണ്ട് ഞാൻ സ്റ്റോറി എന്ന് അടിച്ചു കൊടുക്കുക. സ്റ്റോറി ടെസ്റ്റ് നെറ്റ് വരും. ഞാൻ കണക്ട് വാലറ്റ് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, തുടക്കം തന്നെ മെറ്റാമാസ്ക് കൂടെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആരെ ആഡ് ചെയ്യും, ഈ ചെയിൻ ലിസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റോറി ടെസ്റ്റ് നെറ്റ് എന്ത് ചെയ്യും, നമ്മുടെ മെറ്റാമാസ്കിൻ്റെ ഉള്ളിലേക്ക് ആഡ് ആയിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും. സോ ഇപ്പോൾ നമ്മുടെ മെറ്റാമാസ്കിൻ്റെ ഉള്ളിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, മെറ്റാമാസ്കിൻ്റെ ഉള്ളിൽ സ്റ്റോറി ടെസ്റ്റ് നെറ്റ് എന്താണ് ആക്റ്റീവായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ 0 IP ആണ്. അപ്പോൾ നമ്മുടെ മെറ്റാമാസ്കിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു, IP-യുടെ ടെസ്റ്റ് നെറ്റ്വർക്ക് ആഡ് ചെയ്തു. അടുത്തത് നമുക്ക് പോകേണ്ടത് ഈ ഒരു സൈറ്റിലാണ്, എക്സ്പ്ലോർ സ്റ്റോറി ഫൗണ്ടേഷൻ ടെസ്റ്റിനാണ്. അവിടെ ഈ ലിയർ ടെസ്റ്റ് നെറ്റ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, താഴെ കണക്ട് വാലറ്റ് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ മെറ്റാമാസ്ക് ആണ് കണക്ട് ചെയ്യേണ്ടത്. മെറ്റാമാസ്ക് കണക്ട് ചെയ്യുക, താഴേക്ക് വരുന്നു, കൺഫേം കൊടുക്കുന്നു. വാലറ്റ് കണക്ട് ആയതിനു ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇമെയിൽ ID-യിലേക്ക് ഒരു OTP വരും. ആ OTP അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മെയിൻ ഫോൾഡറിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതിലൊക്കെ നോക്കുക, സ്പാം ഫോൾഡറിലും എല്ലാത്തിലും പോയി നോക്കിക്കോളൂ. അപ്പോൾ ലോഗിൻ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഇലിയാർ ടെസ്റ്റ് നെറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇവരുടെ ഒരു ഫോസെറ്റ് ഉണ്ട്. ആ ഫോസെറ്റിൽ നിന്ന് IP എന്ന് പറഞ്ഞ ടോക്കൺ എന്ത് ചെയ്യണം, നമുക്ക് ഫെച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്തോ ഇവിടെ സ്റ്റോറി ഫോസെറ്റ് എന്ന് പറഞ്ഞ ഫോസെറ്റിലേക്ക് വന്നു. അപ്പോൾ അവർ നേരെ ഫോസെറ്റിലേക്ക് പോകും. ഫോസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് നെറ്റ്, അതായത് ഇവരുടെ ടെസ്റ്റ് നെറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, ഒരു ഡമ്മി കുറച്ച് ടോക്കൺസ് വേണം. ആ ടോക്കൺസ് കിട്ടാനുള്ള സ്ഥലത്തിനാണ് നമ്മളെന്ന് പറയുക ഫോസെറ്റ് എന്ന് പറയുക. അപ്പോൾ ഇവരെ ഫോസെറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വെരിഫിക്കേഷൻ ബ്രൗസർ എങ്ങാനും ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രോം ബ്രൗസർ എപ്പോഴും അപ് ടു ഡേറ്റ് ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, റീലോഞ്ച് ചെയ്യുക, എന്നിട്ട് അപ് ടു ഡേറ്റ് ആക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇവിടെ വെരിഫൈ ഹ്യൂമാനിറ്റി ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ ആഡ് ഇല്ലാതെ ടെസ്റ്റ് നെറ്റ് വാലറ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക, കണക്ട് വാലറ്റ് കൊടുക്കുക, മെറ്റാമാസ്ക് കൊടുക്കുക. അടുത്ത് നമുക്കിവിടെ കാണാൻ പറ്റും സ്റ്റെപ്പ് 3 ഹ്യൂമാനിറ്റി സ്കോർ 0 എന്ന് കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഗിറ്റ് കോയിൻ പാസ്പോർട്ട് സംഭവമുണ്ട്. ഇതിനുള്ളിൽ മിനിമം വേണം നമുക്ക്, അതായത് ഇതിപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിബിൽ അറ്റാക്ക് ഒഴിവാക്കാൻ, അതായത് ഒരാൾ തന്നെ മൾട്ടിപ്പിൾ അക്കൗണ്ട് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇത് ഫാം ചെയ്യും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലത്തുള്ള സൈറ്റുകളിൽ പോയിട്ട് എന്ത് ചെയ്യുന്നത്, നമുക്കൊരു ഗിറ്റ് കോയിൻ പാസ്പോർട്ടിൽ ഇത്ര സ്കോർ വേണമെന്നുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ സൈറ്റ്. അവിടെ നമ്മൾ സൈൻ ഇൻ വിത്ത് എതീറിയം എന്ന് കൊടുക്കുക. നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റാമാസ്ക് വാലറ്റിന് എന്ത് ചെയ്യുക, ഇവിടെ കണക്ട് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമ്മളിവിടെ പാസ്പോർട്ടിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും എൻ്റെ ഹ്യൂമാനിറ്റി സ്കോർ 0 ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ താഴെ കാണുന്ന കുറേ സംഭവങ്ങൾ എടുക്കുന്നുണ്ട്. ഇതിലൊക്കെ കുറേയൊക്കെ എന്ത് ചെയ്യണം, പൈസ ചിലവായിട്ടുള്ള ടാസ്കുകളാണ് ഇതിൽ കുറച്ചുള്ളത്. അപ്പോൾ അതല്ല, പൈസ ചിലവാകാത്ത ടാസ്കുകളാണെങ്കിൽ നമുക്കിവിടെ സോഷ്യൽ IDs ഉണ്ട്. സോഷ്യൽ IDs എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, സോഷ്യൽ ആൻഡ് പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം, ഗൂഗിൾ അക്കൗണ്ട്, ഡിസ്കോഡ് അക്കൗണ്ട്, ലിങ്ക്ഡിൻ അക്കൗണ്ട്, ഗിറ്റ്ഹബ് അക്കൗണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്ര പോയിന്റ് കിട്ടും, ഇത്ര പോയിന്റ് കിട്ടും. പക്ഷേ ഇത് കണക്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടില്ല, ചിലപ്പോൾ 10 പോയിന്റ് ആവില്ല. അപ്പോൾ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബൈനാൻസിൻ്റെ ടാസ്ക് കൂടി ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു $1 മാത്രമാണ് ചിലവ്. അതായത് ബൈനാൻസിൻ്റെ അക്കൗണ്ടിൽ ഒരു NFT മിൻ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആകെ $1 മാത്രമേ ചിലവുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്യാം. ബൈനാൻസിൻ്റെ അക്കൗണ്ട് ഉള്ളവർക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു അക്കൗണ്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കോയിൻ ബേസിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ഈ ഡിസ്കോഡിനൊക്കെ ചെയ്യാൻ പോകുന്നത്, ഞാനിത് കണക്ട് കൊടുക്കുകയാണ്. അത് ഞാൻ ഓതറൈസ് കൊടുക്കുന്നു. ഓതറൈസ് കംപ്ലീറ്റ് ആയി. അപ്പോൾ എനിക്ക് പോയിന്റ് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് കണ്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ വെരിഫൈ കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ലിങ്ക്ഡിൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇല്ലെങ്കിൽ ലിങ്ക്ഡിൻ ഒരു ജോബ് ഓറിയൻറ്റഡ് സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് IT ഫീൽഡിലുള്ളവർക്കാണെങ്കിൽ കുറേ പേർക്ക് അറിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ലിങ്ക്ഡിൻ അക്കൗണ്ടും ലിങ്ക് ആയിട്ടുണ്ട്. ഞാനത് ക്ലോസ് ചെയ്യുന്നു.
ഇപ്പോൾ എനിക്ക് ആകെ കിട്ടിയിരിക്കുന്നത് 2.6 സ്കോറാണ്. പക്ഷേ എനിക്ക് വേണ്ടത് 10 മിനിമം വേണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ഞാൻ ബൈനാൻസിൻ്റെ ഇതിൽ പോയിട്ട് ഞാൻ കണക്റ്റ് കൊടുക്കുകയാണ്. ഞാൻ അവിടെ കണക്റ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യണത്, എനിക്ക് ആ ഒരു ടോക്കൺ ഞാൻ നേരത്തെ പറഞ്ഞ ബൈനാൻസിൻ്റെ BABT ടോക്കൺ എന്ന ടോക്കൺ എന്ത് ചെയ്യണം, മിന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു സൈറ്റിലേക്ക് പോവുക, ഒബ്റ്റെയിൻ അക്കൗണ്ട് ബൈ BNB ടോക്കൺ എന്ന സൈറ്റിലേക്ക് പോവുക. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും ബൈനാൻസിൻ്റെ സൈറ്റ് ഓപ്പൺ ആയി. ഇവിടെ ഞാൻ ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടാവും വിചാരിക്കുന്നു. അവിടെ ഞാൻ ലോഗിൻ ചെയ്തു. ഇവിടെ അപ്പോൾ എൻ്റെ ബൈനാൻസിൻ്റെ അക്കൗണ്ട് ഞാൻ ഇതിൽ ലോഗിൻ ആക്കി. അതിന് ശേഷം എന്ത് ചെയ്തു, കണക്റ്റ് വാലറ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കൊടുക്കേണ്ടത് അതാണ്, ഞാൻ മെറ്റാമാസ്ക് ആണ് കൊടുക്കേണ്ടത്. മെറ്റാമാസ്ക് കൊടുക്കുന്നു. സൈൻ മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ സൈൻ മെസ്സേജ് കൊടുക്കുന്നു. അതിൻ്റെ മെറ്റാമാസ്കിലേക്കല്ല ഈ സാധനം വേണ്ടത്. മെറ്റാമാസ്ക് അല്ല നമ്മളെ ഗിറ്റ് പാസ്വേഡായിട്ട് കണക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ മെറ്റാമാസ്കിലേക്കാണ് കൊടുക്കുന്നത്. ഞാൻ അടുത്ത് ഗെറ്റ് BAB ടോക്കൺ അടിക്കുന്നു. ഗെറ്റ് BAB ടോക്കൺ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഫണ്ടിങ് വാലറ്റിൽ എനിക്ക് എത്ര വേണം, $1 എങ്കിലും മിനിമം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, കൺഫേം കൊടുക്കുന്നു. ഒരു USDT ചിലവാകുന്നത് തീർക്കാനായിട്ട്. ട്രാൻസാക്ഷൻ സബ്മിറ്റഡ്, ഓക്കെ കൊടുക്കുന്നു. യുവർ മിൻറ്റ് ഈസ് ഇൻ പ്രോഗ്രസ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും മിൻറ്റിങ് കഴിഞ്ഞു എന്ന്. അപ്പോൾ മിൻറ്റിങ് കഴിയണവരെ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു 5-10 മിനിറ്റിന് ശേഷം എന്ത് ചെയ്തു, നമ്മുടെ ബൈനാൻസിൻ്റെ BAB ടോക്കൺ എന്ന് പറഞ്ഞ ടോക്കൺ എന്ത് ചെയ്ത് മിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ പോവുക. അതിന് ശേഷം എന്ത് ചെയ്യുക, വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്തു, 16 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടാസ്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മെറ്റാമാസ്കിലായിരിക്കണം നിങ്ങൾ മിൻറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ബൈനാൻസിൻ്റെ വാലറ്റിലൊക്കെ പോയി മിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈറ്റിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ സൈറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാലറ്റ് ഏതാണ്, മെറ്റാമാസ്ക് ആണ്. അപ്പോൾ മെറ്റാമാസ്കിലാണ് എന്ത് ചെയ്യുന്നത്, ഈ BABT ടോക്കൺ മിൻറ്റ് ചെയ്യേണ്ടത്. എന്താണ് ഈ ടോക്കൺ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു NFT എന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളെ NFT നമ്മളവിടെ ബൈനാൻസിൽ KYC കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ KYC കംപ്ലീറ്റ് ആക്കിയ ഒരു ഹ്യൂമൻ ആണ്, അല്ലെങ്കിൽ ഒരു അതായത് ബോട്ട് അക്കൗണ്ട് അല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് എന്ത്, ഈ ഒരു BABT ടോക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ വന്ന സൈറ്റിലേക്ക് തന്നെ പോവുക. ഫൊസൈറ്റിലേക്ക് പോവുക. ഫൊസൈറ്റിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ നമുക്ക് വെരിഫൈ ഹ്യൂമാനിറ്റി സ്കോർ അവിടെ ചെക്ക് ചെയ്യും. ഹ്യൂമാനിറ്റി സ്കോർ ചെക്ക് ചെയ്യുമ്പോൾ 18.59 ഉണ്ട്. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ക്ലെയിം 1 IP ഓൺ സ്റ്റോറി ഇലിയാഡ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇത്ര നേരം എനിക്ക് ഉണ്ടായില്ല, കാരണം എനിക്ക് ആ സ്റ്റോറി പോയിന്റ് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് 1 IP എന്ത് ചെയ്യും, നമ്മുടെ IP ടെസ്റ്റ്നെറ്റ് വാലറ്റിലേക്ക് എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. 1 IP നമ്മുടെ മെറ്റാമാസ്കിൻ്റെ വാലറ്റിൽ കിട്ടിയിട്ടുണ്ട്. സോ ഇത്രയും ചെയ്താലും നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സ്റ്റോറി ഫോസെറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഈ ഒരു ടോക്കൺ കിട്ടുകയുള്ളൂ. സോ ഇതെല്ലാവരും മിസ് ചെയ്യാതിരിക്കുക. അടുത്ത ടാസ്ക് നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് സോഷ്യൽ ടാസ്കുകളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് ആദ്യം തന്നെ കണക്ട് ഡിസ്കോഡ് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മൾ എന്തായാലും ഇത് കൊടുക്കാം. കണക്ട് ഡിസ്കോഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരെ ഡിസ്കോഡിൽ പോകുന്നു. അവിടെ ഓതറൈസ് കൊടുക്കുക. ഓതറൈസ്. അപ്പോൾ നമ്മൾ ഡിസ്കോഡ് കണക്റ്റായി. ഇനി അടുത്ത് ആഡ് IP ടു യുവർ ട്വിറ്റർ ഓർ X നെയിം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇതിൻ്റെ ട്വിറ്ററിൻ്റെ ഉള്ളിൽ, നമ്മുടെ പ്രൊഫൈലിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു IP എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യണം, നമ്മളവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ കണക്ട് ട്വിറ്റർ X എന്ന സംഭവം കാണാൻ പറ്റും. അപ്പോൾ അത് ആദ്യം വേണമെങ്കിൽ എന്ത് ചെയ്യാം, കണക്ട് ട്വിറ്റർ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അവിടെ നമുക്ക് IP ഇട്ടാലും മതി. അപ്പോൾ എൻ്റെ ട്വിറ്റർ കണക്ട് ആയിട്ടുണ്ട്. അടുത്ത IP ടു യുവർ ട്വിറ്റർ X നെയിം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ പ്രൊഫൈലിൽ പോവുക. അപ്പോൾ നമുക്ക് അവരുടെ ഒരു ട്വിറ്റർ പ്രൊഫൈൽ ഞാൻ കുറച്ചകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അവരുടെ പേജിൽ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ IP എന്ന് പറഞ്ഞ സംഭവം കിട്ടും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിൽ വരിക. നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എഡിറ്റ് പ്രൊഫൈൽ കൊടുത്തതിന് ശേഷം നമ്മുടെ പേരിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, നെയിമിൻ്റെ ഒപ്പം IP എന്നുകൂടി ആഡ് ചെയ്തിടുക. ഇവിടെ IP ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ഫോളോ സ്റ്റോറി പ്രോട്ടോകോൾ ഓൺ ട്വിറ്റർ X ആണ് വന്നിരിക്കുന്നത്. അക്കൗണ്ട് ഫോളോ ചെയ്യുക. അത് കംപ്ലീറ്റ് ആയി. ജോയിൻ സ്റ്റോറീസ് ഓൺ ടെലഗ്രാം ചാനൽ എന്ത് ചെയ്യുക, ജോയിൻ ആവുക. അത് കംപ്ലീറ്റ് ആയി. ഗെറ്റ് മൈ IP റോൾ എന്ന് കൊടുക്കുക. സക്സസ്. അപ്പോൾ ഗോ ടു ദ സ്റ്റോറി ഡിസ്കോഡ് ടു സി യുവർ ന്യൂ റോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉള്ള റോൾ കാണുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാനിതിൽ ലിങ്ക് കൊടുക്കാം. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ഇവരുടെ സെർവറിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ ഡിസ്കോഡ് കണക്ട് ആക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സമയം കിട്ടുമ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് കൊടുക്കാം ഈ സെർവറിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് തീർക്കണമെങ്കിൽ ഞാനിപ്പോൾ ഒരു ഹായ് എന്ന് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പേരിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ റോൾ കിട്ടിയെന്ന് ഇവിടെ കാണാൻ പറ്റും. സോത്തിയൻസ് മൂവർ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇവിടെ എന്ത് റോൾ കിട്ടിയിട്ടുണ്ടാവണം, നിങ്ങൾക്ക് ഒരു ഡിസ്കോഡിൽ ഒരു IP റോളോ അങ്ങനെ എന്തെങ്കിലും റോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോസറ്റിൽ നിന്ന് IP മിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ IP മിൻറ്റ് എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത ടാസ്കിലേക്ക് പോകണം. കളർ ആമ്പ് എന്ന സൈറ്റ് ഇതേവരെ ഒഫീഷ്യൽ പാർട്ണർ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കണക്ട് വാലറ്റ് കൊടുക്കുക, മെറ്റാമാസ്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ മിൻറ്റ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മിൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചിലപ്പോൾ കുറച്ച് എമൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറേ NFTs ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വളരെ കുറച്ച് എമൗണ്ട് ഉള്ള കാരണം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആയിരിക്കും ചിലപ്പോൾ ഭൂരിഭാഗം സമയം NFTs വരാതെ. അപ്പോൾ ഞാൻ മിൻറ്റ് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഒരു ഇമെയിൽ ഐഡി അടിച്ചു കൊടുക്കുക. അതിൻ്റെ മിൻറ്റ് നൗന്ന് കൊടുക്കുക. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെറ്റാമാസ്ക് തുറന്നു വരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടില്ല ടോട്ടലായിട്ട് നമുക്ക് ചിലവ് വരുന്നത് IP ആണ് ചിലവ് വരുന്നത്. അപ്പോൾ IP നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടല്ല, ടെസ്റ്റിനെറ്റ് ടോക്കണാണ്. അപ്പോൾ ആ ടെസ്റ്റിനെറ്റ് ടോക്കൺ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ NFT മിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ NFT ഒന്നും മിൻറ്റ് ചെയ്യാതിരിക്കരുത്, എല്ലാവരും മിൻറ്റ് ചെയ്തിരിക്കണം. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് പൈപ്പ്രെക്സ് എന്ന സൈറ്റിലാണ്. ഇപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതിനകത്ത് സ്വാപ്പ് ചെയ്യാനും പൂൾ ചെയ്യാനും അതുപോലെ തന്നെ ലിക്വിഡിറ്റി പൂൾ ആഡ് ചെയ്യാനുള്ള ടാസ്കുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ കണക്ട് വാലറ്റ് കൊടുക്കണം. കണക്ട് വാലറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റാമാസ്ക് കണക്ട് ചെയ്യുക, കൺഫേം കൊടുക്കുക, സൈൻ ചെയ്യുക. അപ്പോൾ വാലറ്റ് കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഫോസെറ്റ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ടെസ്റ്റിന് ടോക്കൺ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, സ്റ്റോറി ഫോസെറ്റ് നമ്മൾ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 24 മണിക്കൂറായാണ് നമുക്ക് എന്ത് ചെയ്യില്ല, ഈ സ്റ്റോറി IP ടോക്കൺ നമുക്ക് കിട്ടില്ല. ബാക്കിയുള്ള ഈ 1000 USDT അതുപോലെ തന്നെ 1000 USDC 1000 USDC എന്ത് ചെയ്യുക, നമ്മളിവിടെ ട്രാൻസാക്ഷൻ നമ്മുടെ വാലറ്റിലേക്ക് കൊണ്ടുവരിക. കാരണം ഇത് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ സ്വാപ്പ് ചെയ്യാനുള്ള കുറേ ടാസ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഈ WBTC ക്ലെയിം ചെയ്യുന്നു. അടുത്ത WETH ക്ലെയിം കൊടുക്കുന്നു. ഇതൊക്കെ പോകുന്നത് നമ്മുടെ IP ടെസ്റ്റ്നെറ്റിലേക്കാണ് എല്ലാം പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാതും ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്വാപ്പിലേക്ക് പോവുക. സ്വാപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഏത് ടോക്കണാണ് ഏതിലേക്ക് സ്വാപ്പ് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ USDT ഇപ്പോൾ 2000 കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2000 USDT എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നത്, IP ടോക്കണിലേക്കാണ് സ്വാപ്പ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 100 USDT ആണ് എന്ത് ചെയ്യുന്നത്, സ്വാപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 0.00 എത്ര സംതിങ് IP ആണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ഇതിന് പോലെ ഒരു 1000 കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു കുറച്ചുകൂടി വലിയൊരു IP കിട്ടും. ഞാൻ എന്ത് ചെയ്തു, സബ്മിറ്റ് കൊടുക്കുന്നു, കൺഫേം കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, അപ്രൂവ് കൊടുക്കുക. അപ്പോൾ ആ സ്വാപ്പ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത് എന്ത് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് USDC ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ഒരു 100 USDC നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോക്കണിലേക്ക്, ഇപ്പോൾ വല്ല WETH മാറ്റുന്നുണ്ടെങ്കിൽ WETH മാറ്റാം. സബ്മിറ്റ് കൊടുക്കുക. ഇങ്ങനെ വെറുതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോക്കണിലേക്ക് എന്ത് ചെയ്യുക, സ്വാപ്പ് ചെയ്യുക. ഒരു ടോക്കണിൽ നിന്ന് മറ്റേ ടോക്കണിലേക്ക് മാറ്റുക. അത്രയുള്ള പരിപാടി. ഇപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് വന്ന നോട്ടിഫിക്കേഷൻ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ മെറ്റാമാസ്കിൻ്റെ നോട്ടിഫിക്കേഷൻ വയ്ക്കാൻ മതി. അപ്പോൾ ഒരു 1 എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതായത് പെൻഡിങ് ആയിട്ടൊരു അപ്രൂവൽ കിടക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ല, 1 എന്നൊന്നും കിടക്കണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവിടെ കാണിച്ചത്. അപ്പോൾ ആ ട്രാൻസാക്ഷൻ ഒന്ന് കൺഫേം ചെയ്താൽ മതി. ശേഷം പൂൾസിലേക്ക് വരിക. ഇത് ലിക്വിഡിറ്റി പൂൾ ആഡ് ചെയ്യലാണ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് എമൗണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള USDT USDC WBTC അതിന് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ലിക്വിഡിറ്റി ആൾക്കാർക്ക് ട്രേഡ് ചെയ്യാനും അതിനുള്ള ലിക്വിഡിറ്റി ആഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ WBTC എടുക്കുകയാണ്, ആഡ് ലിക്വിഡിറ്റി കൊടുക്കുന്നു. ഞാനിവിടെ ഒരു 100 WBTC അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിന് അനുപാതി ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും WBTC USDT എന്ത് ചെയ്തു, അതിന് അനുപാതികമായിട്ടുള്ള WBTC USDT എന്ത് ചെയ്തു, ലിക്വിഡിറ്റി ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അവിടെ കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ എന്ത് ലിക്വിഡിറ്റി ആണോ ആഡ് ചെയ്തത് ആ ലിക്വിഡിറ്റി എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ WBTC ആണ് ആഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 20% എനിക്കിപ്പോൾ റിമൂവ് ചെയ്യണം, എനിക്ക് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഒരു 10% എനിക്ക് ഇപ്പോൾ ആവശ്യമുണ്ടെന്ന് എന്ത് ചെയ്യുക, ഈ റിമൂവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തതിന് എന്ത് ചെയ്യും, ഒരു 10% WBTC USDT എന്ത് ചെയ്യും, നമ്മുടെ ഇതിൽ നിന്ന് റിമൂവ് ആയിട്ട് നമ്മുടെ വാലറ്റിലായിട്ട് തന്നെ തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അത്ര ഭാഗം ഡൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടാസ്ക് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വീക്കിലി ടാസ്കിലേക്ക് ഇടുക. നിങ്ങൾ എല്ലാ ഒരു വീക്കിലും ഒരു 3-4 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യുക, ഇതിൽ സ്വാപ്പ് ചെയ്യുക, പൂളിൽ ലിക്വിഡിറ്റി പൂൾ ആഡ് ചെയ്യുക, ലിക്വിഡിറ്റി റിമൂവ് ചെയ്യുക, പൊസിഷനിൽ പോയിട്ട് ഫോസറ്റിൽ പോയിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇതൊരു നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ അത്ര പ്രാവശ്യം ചെയ്യുക, ട്രാൻസാക്ഷൻ ചെയ്യുക. കാരണം ഇതെല്ലാം ചെയ്യുന്നത് ഇതിലാണ്, നമ്മുടെ IPയുടെ ടെസ്റ്റ്നെറ്റിലാണ്. സോ ഇൻ ദ എൻഡ് നമുക്കൊരു അവർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാലറ്റിലെ ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഒരുപാട് പ്രാവശ്യത്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഒരുപാട് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു 1 ടൈം ടാസ്ക് ആയിട്ട് എടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വീക്കിലി ഡെയിലി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമോ, ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈലിലേക്ക് അടിക്കുക. എന്ത് ചെയ്യുക, ഇവിടെ ഒരു ആഡ് ഫോൾഡർ അടിച്ചു കൊടുത്താൽ മതി. ആഡ് ഫോൾഡർ വെച്ചിട്ട് പേരോട് അടിച്ചു കൊടുക്കുക. പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ബുക്ക് മാർക്ക് പേജ് ആഡ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ആ സ്റ്റാറിട്ട് എന്ത് ചെയ്യുക, ഡെയിലിക്ക് പകരം ഞാൻ എന്ത് ചെയ്തു, വീക്കിലേക്ക് ഇടുന്നു. അതിനുശേഷം ഡൺ കൊടുക്കുന്നു. അപ്പോൾ ഈ സൈറ്റിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ വീക്കിലിൽ പോയി എന്ത് ചെയ്യും, എനിക്ക് സൈറ്റ് കിട്ടും. അവിടെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഇത് എടുത്ത് വെക്കണം അർത്ഥം. അതായത് ബുക്ക് മാർക്ക് ഇട്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ ടാസ്ക് കഴിഞ്ഞു. ഇനി അടുത്ത് വന്ന് അൺലീഷ് പ്രോട്ടോകോൾ എന്ന സൈറ്റിലാണ് നമുക്ക് അടുത്ത ടാസ്ക് ചെയ്യാനുള്ളത്. ലോഞ്ച് ആപ്പ് നിൽക്കുക, കണക്ട് വാലറ്റ് കൊടുക്കുക.
മെറ്റാമാസ്ക് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കൺഫേം കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാലറ്റ് കണക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് സപ്ലൈയും ബോറോവാണ്. അതായത് നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും പൈസ റെൻറ്റിന് കൊടുക്കുക, അല്ലെങ്കിൽ കടം കൊടുക്കുക, അതുപോലെ തന്നെ നമ്മൾ ആരിൽ നിന്നും കടം മേടിക്കുക, കടം മേടിച്ച സാധനം തിരിച്ചടയ്ക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ആയിരിക്കും കൊടുക്കുക. ബോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരിൽ നിന്ന് വേണ്ടി ഫണ്ട് വാങ്ങുക. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ നേരത്തെ പോലെ ഫോസെറ്റ് ഉണ്ട്. ഈ ഫോസെറ്റിന് എന്ത് ചെയ്യാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റാപ്പിഡ് വിസിറ്റ് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ IP ഇതിൻ്റെ ഉള്ളിൽ എന്തെടുക്കുന്നുണ്ട്, ഓൾറെഡി നമ്മുടെ WBT സാധനങ്ങളൊക്കെ നമ്മൾ തൊട്ട് മുന്നത്തെ ടാസ്കിൽ എന്താ ചെയ്യുന്നുണ്ട്, നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കോയിൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് വീണ്ടും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ 1 WBTC കിട്ടിയിട്ടുണ്ട്. ഞാനത് ക്ലോസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോക്കണൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഡാഷ്ബോർഡിലേക്ക് ഞാൻ വീണ്ടും വരുന്നു. അതിനുശേഷം സപ്ലൈ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എനിക്ക് എന്താണ്, എൻ്റെ കയ്യിലുള്ള കോയിൻസിൻ്റെ ബാലൻസ് ഒക്കെ ഇവിടെ എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ USDC എന്ന കോയിൻ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഞാൻ എത്ര കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 ടോക്കണാണ് ഞാൻ സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്രൂവ് USDC ടു കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ എല്ലാത്തിനും ഇവിടെ IP ആണ് നമ്മൾ എന്ത് ഗ്യാസ് ഫീസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ആലോചിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള IP കൂടി എന്തുണ്ട്, ഗ്യാസ് ഫീസ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷനൊക്കെ ഇങ്ങനെ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നിങ്ങളുടെ വാലറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഒരുപാട് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും, നമുക്കിവിടെ ഇൻ ദ എൻഡ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ വീക്കിലി ടാസ്കിൽ ഒരു 3-4-5 പ്രാവശ്യം എന്ത് ചെയ്യുക, എല്ലാ ദിവസം വീക്കിലി എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ദിവസം ഇങ്ങനെ ട്രാൻസാക്ഷൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് വേണമെങ്കിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആക്ടിവിറ്റീസ് വേണമെങ്കിൽ ഇതിനുള്ളിൽ വരാം. അപ്പോൾ കുറച്ചതിന് ശേഷം എന്ത് ചെയ്തു, എനിക്കിവിടെ സപ്ലൈ USDC കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ സപ്ലൈ ചെയ്ത് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ കൊടുത്തു, ഞാൻ വിഡ്രോ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക, വിഡ്രോ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ കൊടുത്തതിന് എനിക്ക് 10 USDC ആണ് ഞാനിപ്പോൾ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10 USDC വിഡ്രോ ചെയ്യണമെങ്കിൽ അതിനൊരു ഗ്യാസ് ഫീസ് ഉണ്ട്. അപ്പോൾ വിഡ്രോ USDC കൊടുക്കുന്നു. വീണ്ടും ട്രാൻസാക്ഷൻ മെറ്റാമാസ്ക് പോകുന്നു, കൺഫേം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഓൺ ചെയിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, കൂടുതൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ 10 USDC വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബാക്കി 90 USDC ആണുന്നത്. ഇനി അടുത്ത ബോറോ ആണ്. അപ്പോൾ ബോറോ എടുത്ത് കഴിഞ്ഞ് എനിക്ക് എന്താണ്, ഞാൻ ഇവിടെ നിന്ന് ബോറോ കുറച്ച് കടമായിട്ട് മേടിക്കാൻ പോവുകയാണ്. ഞാനൊരു 0.001 WBTC എന്ത് ബോറോ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് ഹെൽത്ത് ഫാക്ടർ ഇവിടെ കണ്ടില്ലേ, ഗ്രീൻ കളറിൽ കാണണം. അതായത് റെഡ് കളറിൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സാധനം ലിക്വിഡേറ്റ് ആയി പോകും. അപ്പോൾ ലിക്വിഡേറ്റ് ആയി പോകരുത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഏറ്റവും ചെറിയ എമൗണ്ട് മാത്രം എന്ത് ചെയ്യുക, ബോറോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ലിക്വിഡേറ്റ് ആയി പോവാതിരിക്കാനാണ് നമ്മൾ എന്ത് ഹെൽത്ത് ഫാക്ടർ എപ്പോഴും ഗ്രീൻ ആയിട്ടും വളരെ ചെറിയ എമൗണ്ടുമായിട്ട് വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ 11 കുറച്ചുകൂടി വലിയ എമൗണ്ടാണ്. 10 താഴെയുള്ള എമൗണ്ട് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങളുടെ വാല്യൂ മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ ബോറോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഞാൻ ബോറോ ടാബിൽ പോയി ഇവിടെ കാണാൻ പറ്റും, എനിക്ക് ഇവിടെ ഉണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി, ഞാൻ ബോറോ ചെയ്താൽ എനിക്ക് റീപേ ചെയ്യണമെന്ന് വയ്ക്കുക. അപ്പോൾ റീപേ ചെയ്യണം. റീപേ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ടോട്ടൽ ഞാൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്ര എമൗണ്ടാണ് ഞാൻ മേടിച്ചത്, ആ എമൗണ്ട് മൊത്തം ഞാൻ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അപ്രൂവ് WBTC കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ കണ്ടില്ലേ, ഞാൻ എൻ്റെ ഫുള്ള് ഞാൻ നേരത്തെ ബോറോ ചെയ്ത എമൗണ്ട് മൊത്തം എന്ത് ചെയ്തു, റീപേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനിയൊന്നും കടായിട്ടൊന്നുമില്ല എന്നർത്ഥം. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓരോ ടോക്കൺ എടുത്ത് എന്ത് ചെയ്യുക, റീപേയും ബോറോയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ സപ്ലൈ ചെയ്യുക, അതിനുശേഷം വിഡ്രോ ചെയ്യുക, ഇങ്ങനെയുള്ള ടാസ്കുകൾ എന്ത് ചെയ്യുന്നതിനുള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ടോക്കൺ മാത്രമല്ല, എല്ലാ ടോക്കണും പലതരത്തിലുള്ള കുറേ ടോക്കൺസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആ ടോക്കൺസ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നേരത്തെ തരത്തിൽ എന്ത് ചെയ്യുക, സ്വാപ്പ് ചെയ്യാനുള്ള ടാസ്കുകളൊക്കെ എന്ത് ചെയ്യുക, വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അടുത്ത ടാസ്ക് വന്നത് playstory.foundation ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ രജിസ്റ്റർ IP എന്ന് കാണാൻ പറ്റും. അവിടെ എടുക്കുക, ലോഗിനോ സൈനപ്പ് നോക്കുക. അതിനുശേഷം ഇവിടെ മെറ്റാമാസ്ക് കൊടുക്കുക. മെറ്റാമാസ്ക് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ നെറ്റ്വർക്ക് ചിലപ്പോൾ സെപ്പോളിയിലേക്ക് മാറ്റേണ്ടി വരും. മെറ്റാമാസ്ക് കൊടുക്കുന്നു. നെറ്റ്വർക്ക് ഇസ് നോട്ട് അവൈലബിൾ, പ്ലീസ് അപ്ഡേറ്റ് വന്നത്. അപ്പോൾ നമുക്ക് സെപ്പോളി നെറ്റ്വർക്കിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇവിടെ മെറ്റാമാസ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സെപ്പോളി നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ആണ് കാണുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് സ്റ്റോറി ടെസ്റ്റ് നെറ്റിലാണ്. അവിടെ നിന്ന് സെപ്പോളിയിലേക്ക് എന്ത് ചെയ്യണം, സ്വിച്ച് ചെയ്യാൻ പറയുന്നത്. കാരണം സെപ്പോളിയിലാണ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെപ്പോളിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, സെപ്പോളിയിൽ എതീറിയം എന്ന് പറഞ്ഞ ടോക്കൺ വേണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ എങ്ങനെയാണ് സെപ്പോളിയിൽ ടെസ്റ്റ് നെറ്റ് എതീറിയം കിട്ടാന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഒരു കൂടി കാണിച്ചു തരാം. ടെസ്റ്റ് നെറ്റ് ടോക്കൺ കിട്ടാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓൾറെഡി നമുക്കൊരു ഫോസെറ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു, ചെയിൻ ലിങ്കിൻ്റെ ഒരു ഫോസെറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫോസെറ്റിൽ വന്നതെന്ന് സംഭവിക്കുക, നമുക്കിവിടെ കാണിച്ചു തരാം. നിങ്ങൾക്കൊരു ഗിറ്റ് ഹബ് അക്കൗണ്ട് മാത്രം മതി. ഗിറ്റ് ഹബ് അക്കൗണ്ട് ഉണ്ടാക്കുക. ആ ഗിറ്റ് ഹബ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യുക, മെറ്റാമാസ്ക് വാലറ്റ് കണക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, എത്തീറിയം സെപ്പോളിക്ക് പകരം വേണമെങ്കിൽ ഇത് രണ്ടും കണക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഇടുന്ന ലിങ്ക് എന്ന് പറഞ്ഞ കോയിൻ ആയിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് 0.1 എതിരെയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ടിക്ക് കളഞ്ഞ ശേഷം എന്ത് ചെയ്യുക, ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. സെപ്പോളിയെ മാത്രം എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഗെറ്റ് ടോക്കൺസ് വെക്കുക. ഇന്ന് എനിക്ക് കിട്ടില്ല, കാരണം ഞാൻ ഓൾറെഡി ക്ലെയിം ചെയ്തു. അപ്പോൾ എനിക്ക് ഫെയിൽഡായി കാണുന്നില്ലേ, 10 അവർ കഴിഞ്ഞിട്ട് മാത്രമാണ് എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം 0.1 എതിരെയും കിട്ടും. ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു സൈറ്റ് സെപ്പോളി എതിരെയും കിട്ടാനായിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഗൂഗിൾ ക്ലൗഡ് വെബ്3യുടെ ഒരു ഫോസെറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഈ മെറ്റാമാസ്ക് എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഏതിൻ്റെ സൈറ്റ് എടുക്കണം,
സെപ്പോളിയയുടെ സൈറ്റ് എടുക്കുക. സെപ്പോളിയയുടെ സൈറ്റ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ആ വാലറ്റ് അഡ്രസ്സ് ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് റിസീവ് 0.05 സെപ്പോളിയ തരാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ നെറ്റ്വർക്ക് എന്ത് ചെയ്യും, അവിടെ കിട്ടും. വളരെ ചെറിയ എമൗണ്ടാണ് കിട്ടുക, പക്ഷേ ആ ചെറിയ എമൗണ്ട് ഒരു ദിവസം മതി. ഒരു ദിവസം ഇത്ര എമൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ആ എമൗണ്ട് കുറച്ച് നേരം എന്ത് ചെയ്യും, നമുക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ ഈ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, എന്തായാലും ഈ സെപ്പോളിയയിൽ എത്തീറിയം എന്തായാലും ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ വാലറ്റ് കണക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ന്യൂ IP കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ഫോട്ടോ എന്തെങ്കിലും അസറ്റിന് എന്ത് ചെയ്യുക, നിങ്ങൾ അതിനൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ ഒരു ടാഗ് എടുത്ത് കൊടുക്കുകയാണ്. അതായത് നിങ്ങളുടെയാണ് ഈ അസറ്റ്, NFT പോലെ ഒരു അസറ്റ് നിങ്ങളുടെ ആണെന്ന് പറഞ്ഞിട്ട് മിന്റ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ IP കൊടുത്തു കഴിഞ്ഞാൽ എന്നെ കൂടെ ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ കയ്യിൽ ഇതിന് മിനിമം ഇത്ര എമൗണ്ട് 0.22 എത്തിരിയും വേണം. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് മിന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ കാണിച്ചു തരാം സ്റ്റെപ്പ് വരെ. അപ്പോൾ നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത്, എന്തെങ്കിലും ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക, എൻ്റെ ഒരു പേര് സെലക്ട് ചെയ്യുക, ഞാൻ ആ ഫീച്ചേഴ്സ് സെലക്ട് ചെയ്തു, മിന്റ് വിത്ത് രജിസ്റ്റർ കൊടുത്തെങ്കിൽ നേരെ സെപ്പോളിയ എത്തീരിയത്തിൻ്റെ മെറ്റാമാസ്ക് തുറന്നു വരും. എന്നിട്ട് സൈൻ ചെയ്യാൻ പറയും. പക്ഷേ എൻ്റെ കയ്യിൽ എത്തില്ല, അതിനുള്ള മിനിമം എമൗണ്ട് ഇല്ല. അപ്പോൾ ലൈസൻസ് ടൈംസ് കണ്ടില്ലേ, ഇപ്പോൾ എനിക്ക് കണ്ടില്ല, യു ഡോ നോട്ട് ഹാവ് ഇനഫ് സെപ്പോളിയ എത്തുന്നു വന്നത്. അപ്പോൾ എനിക്ക് എന്താണ് ഒരു 2-3 ദിവസം ചിലപ്പോൾ സെപ്പോളിയ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുമോ, എനിക്കിത് മിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ദിവസം എന്ത് ചെയ്യാൻ കളക്ട് ചെയ്യണം. അതുകൊണ്ടാണ് പറയുന്നത്, ഒറ്റ ദിവസം മുടങ്ങാതെ ഈ ഒരു ചെയിൻ ലിങ്ക് എന്ന സൈറ്റ് വഴിയും അതുപോലെ തന്നെ എതീരിയത്തിൻ്റെ ഗൂഗിൾ ക്ലൗഡ് വഴി എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാ ദിവസവും 0.1 എതിരെ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ കുറേ ടാസ്കുകൾ വരുമ്പോൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷം ലൈസൻസ് ടൈംസ് ഒക്കെ അഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ, സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യും, ഒരു IP നിങ്ങളുടെ കയ്യിലൊരു പേരിൽ രജിസ്റ്റർ ആവുന്നതായിരിക്കും. ഇത്രയും ടാസ്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ഇതിൻ്റെ ടാസ്കുകൾ കംപ്ലീറ്റ് ആയി. അടുത്തൊരു സൈറ്റിൽ നിന്ന് വന്നത് ബ്ലോക്ക് ബുക്കാണ്. അപ്പോൾ ഈ ബ്ലോക്ക് ബുക്കിൽ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ ഇവിടെ വെച്ച് ഇവിടെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇമെയിൽ ID മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഡിസ്കവർ സ്പാർക്സ് അങ്ങനെ കുറച്ച് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ സബ്മിറ്റ് യുവർ കണ്ടന്റ് കാണാൻ പറ്റും. അപ്പോൾ കണ്ടില്ല, ഇവിടെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് യുവർ കണ്ടന്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ തുറന്ന് വരുമ്പോൾ നമുക്ക് സബ്മിറ്റ് യുവർ കണ്ടന്റ് കൊടുക്കാം. ഇവിടെ നിങ്ങൾ നേരത്തെ പോയത പോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു ഫോട്ടോനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു NFT പോലെ മാറ്റാൻ പോവുകയാണ്. നമ്മൾ ക്ലിക്ക് അപ്ലോഡ് നോക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, യു ഹാവ് ഓൾറെഡി കോൺട്രിബ്യൂട്ട് എന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തു. ഫോട്ടോ സെലക്ട് ചെയ്ത് എന്ത് ചെയ്യുക, അവിടെ കോൺട്രിബ്യൂട്ട് കൊടുക്കുക. ഞാനിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. കൊടുത്ത് എന്ത് ചെയ്യുക, നമ്മൾ ക്ലോസ് ചെയ്ത് കഴിയുക. അപ്പോൾ അത് നമ്മുടെ ഒരു ID അല്ലെങ്കിൽ നമ്മുടെ ഒരു IDയിലേക്ക് നമ്മുടെ ഒരു NFT പോലെ ഒരു ഫോട്ടോ എന്ത് ചെയ്തു, നമ്മൾ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഈ പ്രൊഫൈലിലേക്ക് വരിക. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെയായിട്ട് മൈ കോൺട്രിബ്യൂഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ 3 ഡോട്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് വാലറ്റ് റെഡീം എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ IP വാലറ്റാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ വാലറ്റ് കണക്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുക, റെഡീം കൊടുക്കുക. ഞാനത് ഓൾറെഡി റെഡീം ചെയ്തതാണ്, അപ്പോൾ അതുകൊണ്ട് കാണിക്കുന്നില്ല. അപ്പോൾ റെഡീം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, IP ചെയിനിലേക്ക് പോകുന്നു. ഒരു ചെറിയ എമൗണ്ട് ഗ്യാസ് ഫീ IP ചെന്ന് കൊടുക്കുന്നു, ടെസ്റ്റ്നെറ്റ് ടോക്കൺ കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ റെഡീം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതൊരു NFT ആയിട്ട് നമ്മുടെ വാലറ്റിലോട്ട് എന്ത് ചെയ്യും, റെഡീം ആയിട്ട് പോയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം ഒരെണ്ണമായിരിക്കും പറ്റുക. നിങ്ങൾ ചിലപ്പോൾ ഒരു വീക്കിൽ വന്നിട്ട് വീണ്ടും ഒരു ഫോട്ടോ എന്ത് ചെയ്യുക, ഇവിടെ സബ്മിറ്റ് ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇതിലാണ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യുക, അടുത്ത സബ്മിറ്റ് ഒരു കണ്ടന്റിൽ എന്ത് ചെയ്യുക, വീണ്ടും ചെയ്ത് നോക്കുക. അതിനുശേഷം പുതിയൊരു ഫോട്ടോ ആഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഓഡിയോയോ വീഡിയോയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ആഡ് ചെയ്തോ. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും, NFTs നിങ്ങളുടെ വാലറ്റിലോട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനൊരു NFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നത്, നിങ്ങളുടെയാണ് ആ ഒരു പ്രോപ്പർട്ടി എന്ന് കാണിക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യുക, അത് വരിക. ഞാൻ ഒരു പ്രാവശ്യം കൂടി ചെയ്ത് നോക്കാം, പുതിയൊരു ഇതിൻ്റെ ഉള്ളിൽ ചെയ്ത് നോക്കാം. കണ്ടില്ല, സബ്മിറ്റ് ബ്ലോക്ക് എന്ന് കാണുന്നുണ്ട്. സബ്മിറ്റ് ബ്ലോക്ക് കൊടുക്കുന്നു. സി മൈ കോൺട്രിബ്യൂഷൻ എനിക്ക് 100 ക്രിയേറ്റ് ക്രെഡിറ്റ് കിട്ടിയെന്ന് പറയുന്നത്. ഞാൻ വീണ്ടും ലിയോയുടെ ഇതിൽ പ്രൊഫൈലിൽ പോകുന്നു. അതിനുശേഷം എനിക്കിവിടെ എൻ്റെ ബ്ലോക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയത്. ഞാൻ എന്ത് ചെയ്യണേ, ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് റെഡീം ചെയ്യാനിപ്പോൾ കാണിക്കുന്നില്ല. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ നോക്കിയോട്ടെ. ഇല്ല, റെഡീം ഇല്ല. ഒറ്റ പ്രാവശ്യം റെഡീം പറ്റുള്ളൂ. അപ്പോൾ ഓരോ ചിലപ്പോൾ ഇതിനനുസരിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ ഓരോന്ന് ചെയ്ത് എന്ത് ചെയ്യുക, റെഡീം ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് സൈറ്റുകൾ ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാ സൈറ്റുകളുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. എല്ലാം ചെയ്യാൻ നോക്കുക. നല്ലൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ചിലതൊക്കെ വീക്കിലി ടാസ്ക് ഉണ്ട്. വീക്കിലി ടാസ്ക് ഒക്കെ ഒട്ടും വിടാതെ ചെയ്യാതിരിക്കാൻ നോക്കുക. മറ്റേ ഡിസ്കോഡ് കണ്ടില്ലൊക്കെ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ഡിസ്കോഡ് കണക്ട് ആവാത്ത കാരണമാണ് എനിക്കത് ചെയ്യാൻ പറ്റാത്തത്. ഡിസ്കോഡ് നിങ്ങൾ എല്ലാവരും കണക്ട് ചെയ്ത് നോക്കുക. സക്സസ് ആവുകയാണെങ്കിൽ സക്സസ് ആവട്ടെ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് ചോദിക്കാം. എല്ലാം ക്ലിയർ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.